അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിനാൻഷ്യൽ ഡയറീസിൻ്റെ 6ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു സീരീസിൽ 6ാമത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു വന്നതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോഴാണ് അവർക്കൊരു തുടർച്ച അനുഭവപ്പെടുകയുള്ളൂ. കടക്കെണിയിൽപ്പെട്ട ആളുകൾ ആദ്യം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ആദ്യം കടം വീട്ടണമെന്ന തീരുമാനവും ദൃഢനിശ്ചയവും അതിനനുസരിച്ചുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യണം എന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ കടം വാങ്ങുന്ന സമയത്തും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകും. ഈ പണം കൊണ്ട് ഒരു ബിസിനസ് ചെയ്ത് വരുമാനമുണ്ടാക്കി ആ വരുമാനങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമുള്ള കടങ്ങളൊക്കെ വീട്ടാന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ. അങ്ങനെയാണ് ഈ ഒരു പ്രതീക്ഷയാണ് വീണ്ടും വീണ്ടും കടം വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു. നമ്മുടെ കടങ്ങളുടെ ആഴവും വ്യാപ്തിയും കൂടി കടത്തിൽ നിന്ന് പുറത്ത് കടക്കാനാവാത്ത വിധം കുടുങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കുന്ന ചില നിമിഷങ്ങൾ. അങ്ങനെയാണ് ചില ആളുകൾ ജീവിതം അവസാനിപ്പിക്കാനും മറ്റൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ ചെയ്യാനുള്ളത്, രണ്ടാമത് ചെയ്യേണ്ട കാര്യം, നമ്മൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ കടം മുഴുവനും കൊടുത്തു വീട്ടണമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യാനുള്ള കാര്യം, ഇനി ഒരു പുതിയ കടം ഞാൻ ഒരിക്കലും വാങ്ങൂല എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇതുവരെ ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇനിയൊരു പുതിയ കടം ഞാൻ വാങ്ങൂല എന്ന് തീരുമാനിക്കുക. അതൊരു ശ്രമകരമായ തീരുമാനമായിരിക്കും. കാരണം നമ്മൾ അടുത്ത ഡേറ്റുകളിലോ മറ്റോ തിരിച്ചു കൊടുക്കാനുള്ള കടം വീട്ടാനുള്ളതുണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ വാങ്ങി കൊടുക്കുകയും നിവൃത്തിയുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ന സമയം മുതൽ ഞാനത് തീർച്ചയായും നടപ്പിലാക്കുമെന്ന് തീരുമാനിക്കുക. പക്ഷെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും സാഹചര്യത്തിലും ആ ഒരു പശ്ചാത്തലത്തിലും ഒരുപക്ഷെ നിങ്ങൾക്കത് സാധ്യമായി കൊള്ളണമെന്നില്ല. അതിന് നിങ്ങൾ ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. അതായത് നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി പുതിയൊരു സാഹചര്യത്തിലേക്ക്, പുതിയൊരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ മാറി താമസിക്കണം. അതായത് ഇപ്പോൾ ഈ കടങ്ങളും പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്കവിടെ നല്ലൊരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം മാറ്റുക എന്നത് വളരെ പ്രധാനമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നതാകാം. അതുമല്ലെങ്കിൽ വിദേശ നാടുകളിലേക്ക് പോയി നല്ലൊരു ജോലി കണ്ടെത്തി ആ ജോലി ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് ചെയ്ത്, എപ്പോഴും പറയുന്നത്, ഇങ്ങനെ കടത്തിൽ പ്രയാസപ്പെട്ട് വിഷമഘട്ടത്തിലെത്തിയ ആളുകൾ ബിസിനസ് ചെയ്യുന്നതിലപ്പുറം അത്യാവശ്യം വരുമാനം ലഭിക്കുന്ന, ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി നമ്മുടെ ഫ്രണ്ട്സുകളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഒക്കെ പറഞ്ഞിട്ട് ജോലി തരപ്പെടുത്തുക ആദ്യം. എന്നിട്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറി താമസിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആദ്യ മാസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ നമുക്ക് കാര്യമായ വരുമാനം ലഭിച്ചില്ലെങ്കിലും നമുക്ക് പുതിയ കടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ്, മാറി താമസിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഒരു പരാജിതനെ പോലെ നോക്കിക്കാണുന്ന, ചിലപ്പോൾ പുച്ഛത്തോടെയും മറ്റു ചിലപ്പോൾ സഹതാപത്തോടെയൊക്കെ നോക്കിക്കാണുന്ന നമ്മുടെ ഫ്രണ്ട്സുകൾ, നമ്മുടെ ബന്ധുക്കൾ, നാട്ടുകാർ, ഇവരുടെ അടുത്തു നിന്നൊക്കെ മാറി പുതിയൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്കതൊരു പോസിറ്റീവ് ആവുക കൂടി മാത്രമല്ല, ഈ കടക്കാരുടെ നിരന്തര ഫോൺ കോളുകളും മെസ്സേജുകളും അവരെ കണ്ടുമുട്ടലുകളും അത്തരം ഒരു ചിന്തകളിൽ നിന്ന് തന്നെ നമ്മളൊരു പോസിറ്റീവായ മൈൻഡിലേക്ക് മാറുകയും ചെയ്യും. ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഒളിച്ചോട്ടമല്ല. നമുക്ക് നിലവിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്ന്
ശരിയായ ഒരു ബിസിനസ് ചെയ്യാനോ ശരിയായ ഒരു ജോലി ചെയ്യാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല നമ്മൾ. പണം ഉണ്ടാക്കി നമ്മുടെ എല്ലാവരുടെയും പണം തിരിച്ചു കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. വരുമാനമില്ലാതെ നമുക്ക് കടങ്ങൾ വീട്ടാൻ സാധ്യമല്ല. പണം കടം തന്ന ആളുകൾ അവർ നമ്മെ സഹായിച്ച ആളുകളാണ്. തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു കൊടുക്കണം. ഇത് അവരിൽ നിന്നൊരു ഒളിച്ചോട്ടമാണെന്ന് ധരിക്കാൻ പാടില്ല. പുതിയ നാട്, പുതിയ അന്തരീക്ഷം, പുതിയ കൂട്ടുകാർ, പുതിയ ജോലി, ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകും. പക്ഷേ കടക്കിണിയിൽ പെട്ട ആളുകൾ മിക്കവാറും ഇങ്ങനെ ഒരു ജോലിക്കോ മറ്റോ ശ്രമിക്കാറില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ശമ്പളം കണക്ക് കൂട്ടുമ്പോൾ ആദ്യ സമയത്ത് കിട്ടുന്ന ശമ്പളം ഒരുപക്ഷെ നമ്മുടെ കടത്തിലേക്കുള്ള ഒരു 0.5% പോലും വീട്ടാൻ ആ ശമ്പളം കൊണ്ട് മതിയാവില്ല. പക്ഷെ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഒരിക്കലും നമുക്ക് കിട്ടുന്ന ശമ്പളത്തിലല്ല, നമ്മുടെ മൈൻഡ് ആദ്യം ഒന്ന് ക്ലിയർ ആക്കുക, നിത്യമായ ഒരു ജോലി കണ്ടെത്തുക, നിലവിലുള്ള സാഹചര്യം മാറ്റുക എന്നതായിരിക്കണം ഈ ഒരു മാറി താമസിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രഥമമായ ലക്ഷ്യം. അതിനായിട്ടാണ് നമ്മൾ അന്യ സംസ്ഥാനത്തോ വിദേശ നാടുകളിലോ പോയിട്ട് ജോലി തരപ്പെടുത്തി അതിൽ വ്യാപൃതനാവുക. പിന്നീട് അങ്ങോട്ട് നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ തുടർന്നങ്ങോട്ട് നമുക്ക് നമ്മുടെ എത്രത്തോളം ബാധ്യതകളുണ്ടോ അത്രയും തീർക്കാവുന്ന വിധത്തിലുള്ള വരുമാന സോഴ്സുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ എല്ലാ ബാധ്യതകളും തീർന്ന് നമ്മൾ സന്തോഷിക്കുന്നൊരു ദിവസം തീർച്ചയായും വന്നെത്തുക തന്നെ ചെയ്യും.